ജർമ്മനിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട മിസൈൽ ഉക്രൈൻ സേനയിൽ എത്രയും പെട്ടെന്ന് ചേരാനുള്ള സാധ്യത അധികമാണ്. നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് ഈ ടോറസ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ KPD സീരീസിലുള്ള ജർമ്മനിയുടെ വളരെ പ്രധാനപ്പെട്ട എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലിനെ കുറിച്ചാണ്. സ്റ്റോം ഷാഡോയെ കുറിച്ച്, സ്കാൽപ്പിനെ കുറിച്ച്, ATACMS എന്നിവയെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. വിദേശ രാജ്യങ്ങൾ ഉക്രൈന് നൽകിയ ഉന്നത നിലവാരമുള്ള ആയുധ സംവിധാനങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു. എന്നാൽ ഇതുവരെയും നമ്മൾ ടോറസിനെ കുറിച്ച് അധികം സംസാരിച്ചിട്ടില്ല. എങ്കിലും ഈ പ്ലാറ്റ്ഫോം 100% വിജയാനുപാതത്തിൽ S-400 എതിരെ പ്രവർത്തിക്കാനുള്ള ധാരാളം സാധ്യതകളും അവസരങ്ങളുമുണ്ട്. സ്റ്റെൽത്ത് പ്രൊഫൈലും നിരവധി നാവിഗേഷൻ സിസ്റ്റവും ഇതിനുണ്ട്. അതിനാൽ ഇത് റഷ്യയുടെ S-400 ഒരു യഥാർത്ഥ വെല്ലുവിളിയായി മാറാം. കൂടാതെ റഡാർ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയാൻ പോവുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇത് ഏത് തരത്തിലുള്ള ഒരു യുദ്ധ സംവിധാനമായി മാറുമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ ടോറസ് മിസൈലിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഇത് ഒരു രാജ്യം നിർമ്മിച്ചതല്ല. സ്വീഡനും ജർമ്മനിയും തമ്മിലുള്ള ഒരു സംയുക്ത ശ്രമമാണ്. ജർമ്മനിയിലെ MBDAയും സ്വീഡനിലെ ബോഫോസ് ഡൈനാമിക്സ് ലിമിറ്റഡും ചേർന്നാണ് ഈ ഒരു മിസൈൽ നിർമ്മിച്ചത്. ഈ മിസൈലിന്റെ സവിശേഷതകൾ അറിയുന്നതിന് മുൻപ് ഉക്രൈന് ഏതൊക്കെ തരത്തിലുള്ള മിസൈലാണ് ഇതിനു മുൻപ് നൽകിയിട്ടുള്ളത് എന്നറിയണം. 2023 ദീർഘദൂര പ്രഹരശേഷിയുള്ള ആയുധങ്ങൾക്ക് ഉക്രൈൻ ഒരുപാട് ആവശ്യം അറിയിച്ചു. അങ്ങനെ ആദ്യമായി UK അതിന് പച്ചക്കൊടി കാണിച്ചു. കാരണം UKയുടെ കൈവശം സ്റ്റോം ഷാഡോ എന്ന മിസൈൽ ഉണ്ട്. ഇത് ഒരു എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ ആണ്. ഇതിന് വാർഹെഡ് കുറവാണ്, റേഞ്ചും കുറവാണ്. ഈ സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽസ് ഇവരും ഫ്രാൻസും ചേർന്ന് നൽകി. ഇതിന്റെ സ്കാൽപ്പ് എന്ന മറ്റൊരു വകഭേദം ഫ്രാൻസിന്റെ പക്കലുണ്ട്. ഇങ്ങനെ ആദ്യമായി ഒരു പച്ചക്കൊടി കാണിച്ചതിനു ശേഷം ഈ ഒരു മിസൈൽ റഷ്യയുടെ ചുവന്ന വരയിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ ഇതിനെതിരെ റഷ്യയ്ക്ക് കൂടുതലായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർ ഇതിനെ എത്ര തവണ തകർക്കാൻ ശ്രമിച്ചാലും റഷ്യയ്ക്ക് അത് നിരവധി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. ക്രീമിയൻ ബ്രിഡ്ജിന് തന്നെ ഇത് കാരണം ഒരു വലിയ ഭീഷണിയായി മാറി. കൂടാതെ റഷ്യയുടെ കരിങ്കടൽ കപ്പലിലെ എല്ലാ കപ്പലുകളും ഈ ഒരു സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലിന്റെ ആക്രമണത്തിൽ തകർന്നു. അന്തർവാഹിനികൾ പോലും ഈ ഒരു മിസൈലിന്റെ ആക്രമണത്തിൽ തകർന്നു. ഇതിനിടയിലായിരുന്നു US ATACMS നൽകിയത്. ഈ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവായി തന്നെ മാറി. കാരണം ATACMSന്റെ റേഞ്ച് എന്നത് സ്റ്റോം ഷാഡോയേക്കാൾ വളരെ കൂടുതലായിരുന്നു. അതിനാൽ ഈ അധിക ദൂരപരിധി ഉപയോഗിച്ച് നമുക്ക് പലതിനെയും നശിപ്പിക്കാൻ കഴിയുമെന്ന് ഉക്രൈൻ വിശ്വസിച്ചു. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾക്ക് പുറമെ ഉക്രൈനും ടോറസ് മിസൈൽ വളരെ കാലമായി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോ ഇവർ ഈ ടോറസ് എന്ന എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ വാങ്ങാനും പോവുകയാണ്. ഈ മിസൈലിന് ധാരാളം സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. മറ്റ് മിസൈലുകളിൽ നിന്നും ഈ ഒരു മിസൈലിനെ വ്യത്യസ്തമായി കാണിക്കാൻ ധാരാളം കാര്യങ്ങളുമുണ്ട്. സാധാരണയായി ഒരു മിസൈലിന് ഏത് തരത്തിലുള്ള മാർഗനിർദ്ദേശ സംവിധാനമാണ് നൽകുന്നത്? സാധാരണയായി GPS ഗൈഡൻസ് സിസ്റ്റം, ഇനേർഷ്യൽ നാവിഗേഷൻ, ലേസർ അധിഷ്ഠിത ഗൈഡൻസ് സിസ്റ്റം. ഇതിൽ ഏതെങ്കിലും ഒന്ന് പരാജയപ്പെട്ടാൽ മറ്റൊന്ന് ലക്ഷ്യത്തെ നിർവീര്യമാക്കാൻ ഉപയോഗിക്കും. അല്ലെങ്കിൽ ഒന്ന് പരാജയപ്പെട്ടാൽ ലക്ഷ്യം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പാതയിൽ തന്നെ അത് ചെന്ന് ആക്രമിക്കും. അതുപോലെ ഈ മിസൈലിന് 5-ലധികം നാവിഗേഷൻ സംവിധാനമുണ്ട്. ആദ്യത്തേത് GPS ആണ്. രണ്ടാമതുള്ളത് ഇനേർഷ്യൽ നാവിഗേഷൻ ഗൈഡൻസ് സിസ്റ്റം. അടുത്തത് ഇമേജ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം. അടുത്തത് ലേസർ ബേസ്ഡ് ഓപ്റ്റിക്കൽ ഗൈഡൻസ് സിസ്റ്റം. അഞ്ചാമത്തേത് ടെറൈൻ മാപ്പിംഗ് ടെറൈൻ നാവിഗേഷൻ സിസ്റ്റം. ഈ 5 നാവിഗേഷൻ സംവിധാനവും ഈ ഒരു മിസൈലിനെ വളരെ വളരെ മാരകമാക്കി മാറ്റുന്നു. ഇനി ടോറസ് മിസൈലിനെ റഷ്യക്കെതിരെ ഉക്രൈൻ അയക്കണം എന്ന് ചിന്തിച്ചാൽ MiG-29 നിന്നും ഇത് അയക്കാൻ സാധിക്കും. F-16 ചില അപ്ഗ്രേഡുകൾ ചെയ്താൽ ആ ഒരു വിമാനത്തിൽ നിന്നും ഇതിന് അയക്കാൻ സാധിക്കും. അപ്പോൾ MiG-29 നിന്നും ഇതിനെ വിക്ഷേപിക്കുകയാണെങ്കിൽ നീണ്ട സ്റ്റാൻഡ് ഓഫ് റേഞ്ചിൽ നിന്നും അയക്കാൻ സാധിക്കും. അതായത് റഷ്യ ഉക്രൈൻ അതിർത്തിയുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യം ഇല്ല. S-400 ടാർഗറ്റ് റേഞ്ചിൽ വരാതെ തന്നെ 500 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് ഈ ഒരു മിസൈലിനെ വിക്ഷേപിക്കാൻ അവർക്ക് സാധിക്കും. ഇങ്ങനെ മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ റഡാർ ഇത് കണ്ടെത്തുമല്ലോ. S-400 റഡാർ 600 കിലോമീറ്റർ അകലെയുള്ള ടാർഗറ്റിനെ പോലും ട്രാക്ക് ചെയ്യുമെന്നുണ്ടെങ്കിലും ഈ ഒരു മിസൈലിന് സ്റ്റെൽത്ത് പ്രൊഫൈൽ ഉണ്ട്. സ്റ്റോം ഷാഡോ മിസൈലിനേക്കാൾ ഇത് സ്റ്റെൽത്ത് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ സ്റ്റെൽത്തിയായി വരുന്ന ഈ ഒരു മിസൈൽ വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡിലായിരിക്കില്ല പറക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 5-6 മീറ്റർ ഉയരത്തിലായിരിക്കും ഇത് പറക്കുക. നഗരത്തിന് മുകളിൽ പറക്കുമ്പോൾ 10-15 മീറ്റർ ഉയരത്തിലായിരിക്കും ഇത് പറക്കുക.
ലൈവായി താഴെയുള്ള ടെറൈൻ മാപ്പ് ചെയ്ത് അതിനനുസരിച്ചതുപോലെ അതിന്റെ പാത ക്രമീകരിക്കും. മുകളിൽ ഡൈവ് ചെയ്യുകയും പറക്കുകയും താഴുകയും പൊങ്ങുകയും ഇങ്ങനെ അത് ട്രജക്ടറി മാറ്റി യാത്ര ചെയ്യാൻ തുടങ്ങും. ഈ സാഹചര്യത്തിൽ റഷ്യയുടെ മിക്ക റഡാറുകളെ കൊണ്ടും ഈ ഒരു മിസൈലിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇനി മിസൈലിനെ ട്രാക്ക് ചെയ്താൽ അവർക്ക് ഇലക്ട്രോണിക് ജാമിംഗ് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് അതിനെ നിർവീര്യമാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാം. ഇലക്ട്രോണിക് ജാമിംഗ് എന്ന ആശയം എടുത്താൽ GPS സിഗ്നൽസ് ഉപയോഗിച്ച് മാത്രമേ മിസൈലിനെ തടയാൻ സാധിക്കൂ. അങ്ങനെ മിസൈലിനെ തടയാൻ ശ്രമിച്ചാലും ഇനേർഷ്യൽ നാവിഗേഷൻ എന്ന സംവിധാനത്തെ നമുക്ക് മാറ്റിവെക്കാം. കാരണം അതിന് കൃത്യത കുറവാണ്. അടുത്ത് പറഞ്ഞതുപോലെ ഇമേജ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഇതിനകം നൽകിയിട്ടുള്ള ഇൻഫ്രാറെഡ് സിഗ്നേച്ചേഴ്സ് ഇമേജസ് ഉപയോഗിച്ച് തത്സമയ ചിത്രങ്ങൾ താരതമ്യം ചെയ്യുകയും പാതയിലെ ഓരോ തടസ്സവും കണക്കാക്കുന്നു. അതായത് ഇടയിൽ ഇങ്ങനെ ഒരു ലാൻഡ്മാർക്ക് ഉണ്ട്, ഇവിടെ ഇത്രയേറെ കെട്ടിടങ്ങളുണ്ട്, ഇവിടെ ഒരു മലയുണ്ട്. ഇതെല്ലാം ഇൻപുട്ടായി വാങ്ങുകയും അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനനുസരിച്ചതുപോലെ സഞ്ചരിക്കാനും തുടങ്ങും. അപ്പോ ഇലക്ട്രോണിക് ജാമിംഗ് എന്നത് ഈ ഒരു മിസൈലിനെ ജാം ചെയ്യാൻ സാധ്യതയേ ഇല്ല. ഇനി ജാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹെവി ജാമിങ്ങിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പോയിന്റ് ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് അതിനെ നിർവീര്യമാക്കുക മാത്രമേ സാധ്യമാകൂ. അടുത്തത് ടെറൈൻ മാപ്പിംഗ്. ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കേണ്ട ആവശ്യം ഇല്ല. ഇതും അത്തരത്തിലുള്ളതാണ്. താഴെയുള്ള തടസ്സങ്ങൾക്കനുസരിച്ചതുപോലെ തന്റെ പാത മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ S-400 ചിന്തിച്ചാലും ഇവിടെ ഈ മിസൈലിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നത് സാധ്യമല്ല. എന്തായാലും പരാജയപ്പെടുന്ന ഒരു മിഷനിൽ മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ. എന്നാൽ S-400 അല്ലാതെ മറ്റ് വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നമുക്കതിനെ നിർവീര്യമാക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്ന് അകത്തേക്ക് വരുന്ന ഈ ടോറസ് മിസൈൽ ആദ്യം വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കും. പക്ഷെ അത് ലക്ഷ്യത്തിൽ നിന്നും 1.5-2 കിലോമീറ്റർ എത്തുമ്പോൾ അത് പെട്ടെന്ന് മുകളിലേക്ക് ചാടും. ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ കൃത്യത റേഷ്യോ എന്നത് 96%-ലും അധികമാകും. ഇതാണ് പഠനങ്ങൾ പറയുന്നത്. ഇങ്ങനെ മുകളിലേക്ക് പറക്കുമ്പോൾ അത് കൃത്യമായ കോർഡിനേറ്റ്സ്, ലക്ഷ്യ കോർഡിനേറ്റ്സുകൾ ഗ്യാദർ ചെയ്യും. അതായത് മുകളിലേക്ക് കയറുന്ന ആ ഒരു ചെറിയ ടൈം പീരീഡിൽ നമുക്കുള്ള ടാർഗറ്റ് എവിടെയാണ് ഉള്ളത്, മുൻപ് നൽകിയിട്ടുള്ള ടാർഗറ്റ് ഇമേജസ് ഇവയെല്ലാം വെരിഫൈ ചെയ്ത് അവിടെ നിന്നും നേരിട്ട് ഡൈവ് ചെയ്ത് അതിന്റെ ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പോ ഈ മിസൈൽ എങ്ങനെ വർക്കാകും എന്നുള്ളത് നിങ്ങൾക്കൊരു വിഷ്വലൈസേഷൻ പോലെ മനസ്സിലായിട്ടുണ്ടാകും. ഇത് ടാർഗറ്റിനെ നോക്കി വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുകയും പിന്നീട് താഴേക്ക് ചാടി ആക്രമിക്കുന്നത് കൊണ്ടും അത്ര പെട്ടെന്ന് ഈ ഒരു ടോറസ് മിസൈലിനെ റഷ്യൻ എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയില്ല. ന്യൂട്രലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ S-400 മാറ്റിവെച്ചിട്ട് അവിടെ പങ്ഷീർ, ബക്ക് ഈ 2 എയർ ഡിഫൻസ് സിസ്റ്റത്തെ മാത്രമേ ആക്റ്റീവായി ഉപയോഗിക്കാൻ സാധിക്കൂ. കാരണം അതിന്റെ ഫ്ലൈറ്റ് പാത്ത് അങ്ങനെയാണ്. പങ്ഷീർ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ പോയിന്റ് ഡിഫൻസ് സിസ്റ്റത്തിന്റെ മാക്സിമം റേഞ്ച് 3 മുതൽ 5 കിലോമീറ്റർ മാത്രമേ വരൂ. അപ്പോ ഈ ഒരു മിസൈൽ മുകളിലേക്ക് പോകുമ്പോൾ ഇതിനെ ടാർഗറ്റ് ചെയ്താൽ തീർച്ചയായും പങ്ഷീറിനെ കൊണ്ട് ഇതിനെ വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കും. പക്ഷെ അത് പ്രായോഗികമായി നടക്കുമ്പോൾ മാത്രമേ അതിനെതിരെ ആര് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാനും സാധിക്കും. അടുത്ത് അതിന്റെ വാർഹെഡിനെ കുറിച്ച് നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ 420 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള വാർഹെഡ് വസ്തുക്കൾ വഹിക്കാൻ ഇതിന് സാധിക്കും. മിക്കപ്പോഴും ഇതിന് പെനട്രേഷൻ വാർഹെഡ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇതൊരു ബങ്കർ ബസ്റ്റർ കാറ്റഗറിയിലും പൊട്ടിത്തെറിപ്പിക്കാൻ സാധിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് GBU-57 സീരീസിലുള്ള മിസൈലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. അതായത് ആ ഒരു മിസൈലിൽ G ഫ്യൂസ്, ടൈം ഫ്യൂസ് ഈ 2 ഫ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ടാകും. അതുപോലെ ഇതിലും വാക്യൂം സ്പേസ് കാൽക്കുലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് പോലുള്ള ഒരു ഫ്യൂസ് ഉണ്ട്. ഇതിന്റെ കൃത്യമായ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഒരു 10 നില കെട്ടിടത്തിലേക്ക് ഈ ഒരു മിസൈൽ തുളച്ചു കയറി കൃത്യമായി ഏത് ഫ്ലോറിൽ പൊട്ടിത്തെറിക്കണം എന്നുള്ളത് മുൻകൂട്ടി അവരെ കൊണ്ട് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അതായത് 10ാം നിലയിൽ തന്നെ പൊട്ടിത്തെറിക്കണോ, അല്ലെങ്കിൽ 9ാം നില ക്രോസ് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കണോ, ഇങ്ങനെ അതിന്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് 9ാം നിലയിൽ പൊട്ടിത്തെറിപ്പിക്കണമോ 8ാം നിലയിൽ പൊട്ടിത്തെറിപ്പിക്കണമോ ഇങ്ങനെയുള്ളതൊക്കെ മുൻകൂട്ടി തന്നെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു കൃത്യമായ സ്ഥലത്ത് പൊട്ടിത്തെറിപ്പിക്കുന്നത് കൊണ്ട് ഇതിന്റെ ഡിസ്ട്രക്ഷൻ റേറ്റും നമ്മൾ വിചാരിക്കുന്നതിലും വളരെ അധികമായിരിക്കും. ഇപ്പോൾ ഒരു ടാർഗറ്റഡ് സ്ട്രൈക്ക് നടത്തുകയാണ്. പ്രധാനപ്പെട്ട എനിമീസ് ഉള്ള ഒരു സ്ഥലത്തെ ലക്ഷ്യമിട്ട് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇതിനെ പ്രോഗ്രാം ചെയ്ത് അയച്ചാൽ മതി. പൂർണ്ണമായും അവരെല്ലാം ന്യൂട്രലൈസ് ചെയ്യാനുള്ള സാധ്യതയും അധികമാണ്. അപ്പോ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് എതിരെ മാത്രം ഇത് പ്രവർത്തിക്കുകയല്ല, റഷ്യയുടെ ബങ്കറുകൾക്കെതിരെയും റഷ്യയുടെ കമാൻഡ് സെന്റേഴ്സിനെതിരെയും പ്രത്യേകിച്ച് എണ്ണ, ഇന്ധന ഡെപ്പോ ഇവയ്ക്കെല്ലാം എതിരെ ഉക്രൈന് ഇത് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന്റെ പരിധി 500 കിലോമീറ്ററിലും കൂടുതലാണ്.
അത്ര പെട്ടെന്ന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല, അത്ര പെട്ടെന്ന് ഇതിനെ കണ്ടെത്താനും കഴിയില്ല. ഇപ്പോ ഇത് എന്ത് സ്ഥിതിയിലാണുള്ളത്? ഉക്രൈന് ഇത് ഉടൻ തന്നെ നൽകുമോ അതോ അടുത്ത ആഴ്ച വരുമോ? ഇങ്ങനെ ചോദിച്ചാൽ ജർമ്മനിയുടെ മുൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഇത് നൽകാനുള്ള ഒരു അനുമതി പോലും നൽകിയിട്ടില്ലായിരുന്നു. കാരണം ഇതിനു മുൻപ് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉക്രൈനിൽ ജർമ്മൻ സൈനികർ ഇല്ലാതെ ഞങ്ങൾക്ക് ഈ മിസൈൽ അവർക്ക് നൽകാൻ കഴിയില്ല എന്നായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു പദ്ധതിയിലേ ഇല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. പക്ഷെ പുതിയ ചാൻസലർ ഒരു കാര്യം പറഞ്ഞു, ഉക്രൈന് തീർച്ചയായും ഈ ഒരു മിസൈൽ ആവശ്യമാണെന്ന് ഞങ്ങൾക്കറിയാം. ഉക്രൈൻ ഈ മിസൈൽ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ അത് നൽകാൻ 100% തയ്യാറാണ്. അതുപയോഗിച്ച് ഉക്രൈൻ അവരെ പ്രതിരോധിക്കുക മാത്രമല്ല, റഷ്യയുടെ പ്രധാനപ്പെട്ട ആസ്തിയായ അല്ലെങ്കിൽ അവരുടെ അഭിമാനമായ ക്രീമിയൻ പാലം നശിപ്പിക്കാനും സാധിക്കും. കാരണം അത് റഷ്യയുടെ ഉടമസ്ഥതയിലുള്ളതല്ല, ക്രീമിയൻ ഉക്രൈന്റെ ഉടമസ്ഥതയിലാണ്. ക്രീമിയും റഷ്യയും ബന്ധിപ്പിക്കുന്ന ക്രീമിയൻ പാലം നശിപ്പിക്കാനുള്ള ഒരു അനുമതിയും ഞങ്ങൾ നൽകുന്നു. അതുപോലെ റഷ്യയുടെ ലോജിസ്റ്റിക് സപ്ലൈസ് എല്ലാം ക്രീമിയയിലാണുള്ളത്. പ്രത്യേക സൈനിക പ്രവർത്തനങ്ങൾക്കുള്ള ലോജിസ്റ്റിക് സാമഗ്രികൾ ഭൂരിഭാഗവും ക്രീമിയയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഈ മിസൈൽ നൽകുന്നതിന് മുൻപ് തന്നെ ആ സ്ഥലങ്ങളെല്ലാം ഉക്രൈൻ നശിപ്പിക്കേണ്ട ഒരു അനുമതിയും ഞങ്ങൾ നൽകുന്നു. പഴയ ഭരണകൂടത്തിൽ ചില ജർമ്മൻ ഉദ്യോഗസ്ഥർ സംസാരിച്ച ഒരു ഓഡിയോ ഇടയ്ക്ക് ലീക്കായിരുന്നു. ക്രീമിയൻ പാലം നശിപ്പിക്കാൻ ജർമ്മനി അവരെ എങ്ങനെയെല്ലാം സഹായിക്കും എന്ന് കാണിക്കുന്ന ഒരു ഓഡിയോ ആയിരുന്നു അത് വൈറലാവുകയും ഒരു വലിയ സംവാദം തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇപ്പോ ഇവർ ഇതിന് അംഗീകാരം നൽകുന്നതായും പറഞ്ഞു. റഷ്യ ഇതിനകം ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു, ഈ മിസൈൽ എനിക്കെതിരെ നിങ്ങൾ നൽകുകയാണെങ്കിൽ തീർച്ചയായും ജർമ്മനിക്ക് ഇതിലും വലിയ മോശമായ പ്രതികാരം ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. മാത്രമല്ല, ക്രീമിയൻ പാലം നശിപ്പിക്കപ്പെട്ടാൽ അത് റഷ്യക്ക് എതിരായ ഒരു യുദ്ധമായി മാറുകയും ചെയ്യും. അപ്പോ എനിക്ക് അറിയാവുന്നിടത്തോളം ജർമ്മനിയുടെ പുതിയ സർക്കാർ ഇവിടെ ഒരു ഗെയിം പ്ലേ ചെയ്യുകയാണ്. ഉക്രൈനും ഒരവസരത്തിനായി കാത്തിരിക്കുകയാണ്. ഈ മിസൈൽ അവർക്ക് നൽകിയാൽ അവർ തീർച്ചയായും ക്രീമിയൻ പാലം നശിപ്പിക്കും. അത് നശിപ്പിക്കപ്പെട്ടാൽ അത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു വലിയ വഴിത്തിരിവായി മാറും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ടോറസ് മിസൈൽ ഇത് വളരെ വേഗത്തിൽ പോവുകയില്ല. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ സബ്സോണിക് വേഗതയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മിസൈലാണ് ഇത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏത് തരത്തിലുള്ള മാറ്റം സൃഷ്ടിക്കും? ജർമ്മനിയുടെ റോൾ ഇതിൽ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.